السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن الحسن رضي الله عنه أنه قال رسول الله صلى الله عليه وسلم: الضحك ضحكان، ضحك يحبه الله تعالى وضحك يمقت الله عليه. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽളിഹ്ഖു ളിഹ്ഖാൻ, ചിരി രണ്ടു വിധമുണ്ട്. ചിരി രണ്ടു വിധമുണ്ട്. ളിഹ്ഖുൻ, ഒരു ചിരി, യുഹിബ്ബുഹുല്ലാഹ്, അതിനെ അള്ളാഹു തൃപ്തിപ്പെടും, ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള ഒരു ചിരി, അള്ളാഹുവിന് വലിയ പിരിശമുള്ള ഇഷ്ടമുള്ള ചിരി. വളിഹ്ഖുൻ, ചിരിയുടെ രണ്ടാം ഇനം, യംഖുത്തുല്ലാഹു അലൈഹി, അതിന്റെ മേൽ അള്ളാഹു ദേഷ്യം വെക്കും, അതിനെ അള്ളാഹു വെറുക്കും, അവന് ദേഷ്യമാണ്, അപ്പൊ അതിന്റെ ആളോട് ദേഷ്യം ഉണ്ടാകും. അങ്ങനെയുള്ള രണ്ട് ചിരി. فأما الضحك الذي يحبه الله، അതെ, യുഹിബ്ബുഹു അല്ലാഹു തആല, അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ ചിരി ഏതാണ്? അദ്ഫർ റജുലു യക്ഷിറു ഫീ വജ്ഹി അഖീഹി ഹദാസത അഹ്ദിൻ ബിഹി വശൗഖൻ ഇലാ റുഅയതിഹി. ഒരു മനുഷ്യൻ തന്റെ സഹോദരനോട്, വിശ്വാസിയായ മുസ്ലിമായ വിശ്വാസിയായ തന്റെ സഹോദരനോട് അവന്റെ മുഖത്ത് നോക്കി അവൻ പൊഴിക്കുന്ന പുഞ്ചിരി, ആ പല്ലുകളൊക്കെ വെളിപ്പെടും വിധം, അപ്പൊ അവനെ കണ്ടിട്ട് കുറെയായി, അവനെ കണ്ടപ്പോ ഒരു സന്തോഷം, അവനെ കാണാനുള്ള ആ ഒരു വല്ലാത്ത താല്പര്യം, ആ കൊതി, അങ്ങനെ ഇരിക്കെ അവനെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പൊ ആ സന്തോഷത്തിൽ ആ പല്ലുകളൊക്കെ വെളിവാകുന്ന രീതിയിൽ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ആ ചിരി അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അതാണ്. ആളുകളെ കണ്ട എപ്പോഴും പുഞ്ചിരിക്കും. സ്വഹാബത്തിന്റെ മൊഴികളിൽ കണ്ടിട്ടില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാണുമ്പോഴൊക്കെ നല്ല ഒരു സ്മിതം തൂകും, പുഞ്ചിരിക്കും. അപ്പൊ അത് അള്ളാഹുവിന് വലിയ താല്പര്യമുള്ള ചിരിയാണ്, അങ്ങനെയുള്ള ചിരി. ഒരാളെ കണ്ടിട്ട് കുറെ കാലമായി, അയാളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്, കണ്ടു കിട്ടുമ്പോ ആ പല്ലൊക്കെ അങ്ങനെ വെളിവായ രീതിയിലുള്ള ആ ചിരി, അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നാ മറ്റൊരു ചിരി ഉണ്ടല്ലോ, അത് ചിരിച്ച ആളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ ദേഷ്യം വെക്കും, അവന്റെ കോപമുണ്ടാകും. അതാരാ? ഫറജുലു, ഒരാളാണ് അവൻ, യതകല്ലമു ബികലിമത്തിൽ ജഫാഇ വിൽ ബാത്തിലി, നിരർത്ഥകമായ അനാവശ്യ കാര്യങ്ങൾ അവന് സംസാരിക്കും, ഹഖല്ലാത്ത നിരർത്ഥകമായ കാര്യങ്ങൾ സംസാരിക്കും. എന്തിനു വേണ്ടി? അവൻ ചിരിക്കാനും അതല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും വേണ്ടിയിട്ട്, മറ്റുള്ളവനൊന്നിന് ചിരിച്ചിട്ടാൻ വേണ്ടിയിട്ടേ. അത് ഏത് രീതിയിലാണെങ്കിലും, തമാശക്കാണെങ്കിലും കള പറയാൻ പറ്റൂലല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ നല്ലവണ്ണം പറഞ്ഞിരുന്നു. തങ്ങളിൽ അങ്ങനെ ദഅബത്ത് ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം, ലാ അഖൂലു ഇല്ലാ ഹഖ, ഞാൻ സത്യം പറയുള്ളൂ. ഇത് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാ. അപ്പൊ അങ്ങനെ അവൻ ചിരിക്കുന്നു, ആളുകൾ ചിരിക്കുന്നു. ആ ചിരി അള്ളാഹുവിന് വലിയ ദേഷ്യമുള്ള ചിരിയാണെന്ന് മാത്രമല്ല, ഫയഹ്വി ബിഹാ ഫീ ജഹന്നമ സബ്ഈന ഖരീഫാ, അവൻ ആ ചിരി കാരണമായിട്ട്, ആ ഒരു വാക്ക് കാരണമായിട്ട് അവൻ എന്ത് ചെയ്യും? നരകത്തിൽ വീണുപോകും, നരകത്തിൽ ആപ്പതിക്കും. സബ്ഈന ഖരീഫ, 70 കൊല്ലം. ഇതൊക്കെ മരിച്ചു എന്നാലേ അറിയുള്ളൂ. ഇവിടെ ഇപ്പൊ ഒരു ട്രെൻഡിലൊക്കെ അങ്ങനെ പോവും. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ പിറകോട്ട് നോക്കാനും തിരിഞ്ഞ് ചിന്തിക്കാനും കഴിയാത്ത വിധം നമ്മൾ പലതിനും അടിമപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതിൽ 99% തിരുത്തുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോ അത് മനസ്സിലാവില്ല. ട്രെൻഡിനൊപ്പം അങ്ങനെ പോവാ. ട്രെൻഡിനൊപ്പം എന്ന് അറിയില്ലേ, ഒഴുക്കിനൊത്തപ്പോ നമ്മൾ നീന്തുന്നത്, ഒഴുക്കിനെതിരല്ല. ഒഴുക്കിനൊത്തങ്ങനെ പോവാണ്. സമൂഹത്തിൽ എന്ത് അപജയങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് വേണ്ടാത്തരങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ തലകുലുക്കി അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അലിയാര് പറഞ്ഞതുപോലെ, ഇപ്പൊ മനുഷ്യന്മാരൊക്കെ ഉറങ്ങുകയാണ്, മരിക്കുന്നതോടുകൂടെയാണ് ഉണർവുണ്ടാകുക എന്ന് പറഞ്ഞില്ലേ, അതന്നെ ഉണർച്ച ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചിരി അല്ലാഹുവിന് വലിയ ദേഷ്യമുള്ള ചിരിയാണ്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു എഴുതുക,
വഹാദൽ ഖിസ്മു മിനൽ ളിഹ്കി മദ്മൂമു മൻഹിയുൻ അൻഹു. ഈ ഇനം ചിരി ശർഇന്റെ ഭാഷ്യത്തിൽ വളരെ ആക്ഷേപിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണ്. ചിരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആ ചിരിയൊന്നും ഇവിടെ പാടില്ല. വൽ ഖിസ്മുൽ അവ്വലു, ആദ്യം പറഞ്ഞ ചിരിയോ, ആ സഹോദരനെ കാണുമ്പോൾ ആ ചിരി, അത് മൻദൂബുൻ, സുന്നത്താണത്. ഇത് രണ്ടിനും അല്ലാതുള്ള ഈ ചിരി ഉണ്ടല്ലോ, ഈ രണ്ട് കാര്യങ്ങൾക്കും അല്ലാതുള്ള ചിരി, അത് അനുവദനീയാണ്, അത് വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിരി വർദ്ധിപ്പിക്കൽ കറാഹത്താക്കപ്പെടും. അത് ഇൽമുള്ള ആളുകൾ, വലിയ സ്ഥാനമുള്ള ആളുകൾ, അവർക്ക് വളരെ മോശം, അത് അവരവരുടെ വിലയിടിച്ചു കളയും. അതിന് ധാരാളം അപകടങ്ങളുണ്ട്. ഈ ചിരി ഇങ്ങനെ കൂടുക എന്നുള്ളതിന് ഏറ്റവും വലിയ അടയാളം, ഏറ്റവും വലിയ അതിന്റെ ആപത്ത് എന്ന് പറഞ്ഞാൽ മൗത്തുൽ ഖൽബി, ഹൃദയം മരിച്ചു പോവുക. ഹൃദയം മരിക്കുക പറഞ്ഞാൽ ഹൃദയം കടുകട്ടിയായി പോവുക, ഹൃദയത്തിന് ഇരുള് ബാധിക്കുക. അപ്പൊ പിന്നെ ഒരു അലിവും കനിവും ഒന്നും ഉണ്ടാവൂല. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് പലർക്കും ഉണ്ടാകുക. ഈ ചിരി ഇങ്ങനെ കൂടുമ്പോ അതുകൊണ്ടുണ്ടായിത്തീരുന്ന ദുരന്തമാണ് കൽബ് കടുത്തു പോകും, കൽബിന് മാർദ്ദവാവസ്ഥ ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ചിരിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.